തദ്ദേശ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, ഫലവും വന്നു. ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുക്കാറായി. എന്നിട്ടും UDFന്റെ റെക്കോർഡുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്തുകൾ കോൺഗ്രസ് തിരിച്ചുപിടിക്കുകയാണ്. പറഞ്ഞു വരുന്നത് അട്ടപ്പാടിയിലെ അഗളി പഞ്ചായത്തിനെ കുറിച്ചാണ്. അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ കോൺഗ്രസിലെ ഷിബു സിറിയക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDF സ്ഥാനാർത്ഥിക്ക് 10 വോട്ടും LDF സ്ഥാനാർത്ഥിക്ക് 9ഉമാണ് ലഭിച്ചത്. നേരത്തെ കോൺഗ്രസിന്റെ മെമ്പർ LDF പിന്തുണയിൽ പഞ്ചായത്ത് പ്രസിഡന്റായത് വലിയ വിവാദമായിരുന്നു. പഞ്ചായത്തിലെ 20ാം വാർഡായ ചിന്നപ്പറമ്പിൽ നിന്നുള്ള UDF അംഗമായ മഞ്ജു ആയിരുന്നു കൂറുമാറി LDFനൊപ്പം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായത്. തനിക്ക് പാർട്ടിയുടെ വിപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞായിരുന്നു കൂറുമാറ്റത്തെ മഞ്ജു ന്യായീകരിച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് തനിക്ക് വോട്ട് ലഭിച്ചതെന്നും മഞ്ജു അവകാശപ്പെട്ടു. എന്നാൽ കൂറുമാറ്റത്തിന് പിന്നാലെ മഞ്ജുവിനെ അയോഗ്യയാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മഞ്ജുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അല്ലെങ്കിൽ തെറ്റുതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ മഞ്ജു പ്രസിഡന്റ് പദവി ഒഴിയുകയായിരുന്നു. ഈ അട്ടിമറിയെ അംഗീകരിക്കാനാവില്ലെന്ന് സീറോ മലബാർ സഭയുടെ അട്ടപ്പാടി സിഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടർ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ രംഗത്ത് വന്നിരുന്നു. അട്ടപ്പാടിയിലെ ഇടതുപക്ഷ പാർട്ടികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുവെന്നും തത്വസംഹിതകൾ കാറ്റിൽ പലർത്തിയെന്നും ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ കൂറുമാറ്റം ജനാധിപത്യ മര്യാദകളെ തകിടം മറിക്കുന്ന നടപടി തന്നെയാണ്. നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കാൻ പറ്റില്ല. ജനാധിപത്യ വിശ്വാസികളായ മലയാളികളുടെ മുന്നിൽ അട്ടപ്പാടിക്കാരുടെ തല താഴ്ന്നുപോയി എന്നിങ്ങനെ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരു വൈദികൻ ഈ വിഷയത്തിൽ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കണമെങ്കിൽ ഈ വിഷയം എത്രമാത്രം ഗുരുതരമായിരിക്കണം. ഇങ്ങനെ ഗുരുതരമായ കൂറുമാറ്റങ്ങൾ നടത്തി പഞ്ചായത്തുകളിൽ കോൺഗ്രസിനെ തറ പറ്റിക്കാമെന്നാണ് കരുതിയതെങ്കിൽ അത് വിലപ്പോവില്ല. കള്ളത്തരം കാണിക്കുന്നവരുടെ കൂടെ ദൈവവും സത്യവും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ പ്രധാന ഉദാഹരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം മാത്രമേ എന്നും ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി ഇടതിന്റെ കള്ളങ്ങൾ തകർന്നു വീഴുമെന്ന് ഉറപ്പാണ്.